എനിക്ക് സൈനിട്ടാ ഞാൻ നടക്കുന്നേനു അന്നേരം എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് പറയുന്ന ഒരു സാധനം ഉണ്ട് കൊണ്ടുവന്നിക്ക് നോമ്പ് തുറക്കാൻ. അപ്പം ഞാൻ ഇത് കോഴിവട, ഉന്നക്കായ്, ഈത്തപ്പഴം ഇതെല്ലാം ഇന്ന് വിളിച്ച് മോക്ക് കൊടുക്കുമെന്നും പറഞ്ഞിട്ട് തന്നതാ. ഇവള് ഇങ്ങനത്തെ ഒരു സാധനവും കഴിക്കലില്ല. പക്ഷെങ്കിൽ ഇവർ നോമ്പിന് കൊണ്ടു കൊടുത്താൽ ഓളത് അഞ്ഞം ഇഞ്ഞം കുഞ്ഞെന്നും പറഞ്ഞിട്ട് അതൊക്കെ തിന്നു. രാവിലെ മാത്രം കട്ടൻ ചായ കുടിക്കുന്നോളാ, എന്ത് വന്നാലും പിന്നെ കുടിക്കൂല. അങ്ങനത്തോൾ ഇത് കണ്ടേരം എന്നോട് നിനക്ക് ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് കട്ടൻ ചായയും വേണം ഇതും വേണമെന്ന്. അങ്ങനെ ഒരു ഉന്നക്കായ തിന്നിക്കുള്ളൂ, മധുരമായുണ്ട്. പിന്നെ മറ്റേ കോഴിവടയും എല്ലാം തിന്ന് അഞ്ഞാ കുഞ്ഞാന്ന് പറഞ്ഞതാ ഇവിടെ ഇരുന്നിട്ട് നല്ല ചിരിയും കളിയാ അല്ലേ കത്തോന്നിക്കറാ. ശങ്കര ചൂട് പൊലിച്ചൊക്കെ ഞാൻ നോമ്പ് എടുത്തിക്ക് ഗുളികയുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് എടുത്തും കൂടെ. അപ്പം ഞാൻ കുറേ പറഞ്ഞു ഡോക്ടർ ഇടയ്ക്ക് നോമ്പാ ഗുളിക വിടുമ്പോൾ സമ്മതിക്കുന്നു. അപ്പം ഞാൻ എടുത്ത് പിന്നെ അതൊരു വെറുതാണല്ലോ, അപ്പം നമുക്ക് എടുക്കണ്ടല്ലോ. അപ്പം ഞാൻ എടുത്ത് ഇന്ന് വൈകുന്നേരം തുറന്ന് പിന്നെ ഇനി രാവിലെ ഇതുപോലെ പൊലച്ചൊക്കെ എണീച്ച് വെള്ളവും കുടിച്ച് കിടക്കണം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഭയങ്കര സന്തോഷമായില്ലേ? എനിക്ക് ഭയങ്കര അതിശയമുള്ള കാര്യത്തിൽ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയാൽ വാങ്ങിയാൽ പിന്നെ തീരെ തിന്നില്ല. നമ്മൾ വീട്ടിൽ പഴംപൊരിയോ അല്ലെങ്കിൽ ഈത്തപ്പഴം പൊരിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തിന്നൂല. ഇവർ നോമ്പ് തുറക്കാനാന്നും പറയും കൊണ്ട കൊടുത്താൽ പിന്നെ ശരിക്കും നോക്കിയട്ടെ. എല്ലാവരും വേണോന്ന് ചോദിച്ചാൽ വേണ്ടേന്നാ, വേണ്ടാന്ന് മാത്രമാണ് പറയേ. ഇത് സജിനെ ഇന്ന് വിളിച്ചിട്ട് ആപ്പൻ്റെ വീട്ടിൻ്റെ അപ്പുറമല്ലേന്ന് പിന്നെ ഇവിടെ വന്നേരെ നമ്മൾ പരിചയപ്പെട്ട അന്നേരെ കുറേ പ്രാവശ്യം ഇങ്ങനെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓളങ്ങനെ തിന്നൂല. അന്നേരം തന്നെ ഓളോട് പറയാം ഞാൻ തിന്നു, നിങ്ങൾ തിന്നാ ഞാൻ തിന്നു. ഞാനാണ് അങ്ങനെ അവള് നോമ്പും തുറന്ന് ഇതാ സന്തോഷമായിട്ട് ഇരിക്കുന്ന. അതെ അതെ. എന്നാൽ ശരി, വീണ്ടും കാണാം. ശരി, വീണ്ടും കാണാം.